Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ള ഈ ചാപ്റ്റർ നമ്മൾ 3 വീഡിയോസ് ആയിട്ടാണ് കഴിച്ചത്. ബിക്കോസ് ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആയിരുന്നു. സോ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് പ്ലസ് 8 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദാറ്റ് ബെൽ ഐക്കൺ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടത്തുള്ളൂ. Moving to our first question, give 2 examples each of situations in which you push or pull to change the state of motion of objects. So പുഷ് ചെയ്യുന്നതിനും പുള്ള് ചെയ്യുന്നതിനും രണ്ടിനും നമ്മൾക്ക് 2 എക്സാമ്പിൾ വെച്ചിട്ട് കൊടുക്കണം അല്ലേ. എക്സാമ്പിൾ ഫോർ പുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ തള്ളുകയാണല്ലേ. സോ പ്രസ്സിങ് എ സ്വിച്ച്, പുഷിങ് എ ട്രോളി, pushing a table or chair, hitting a volleyball, kicking a football, squeezing a toothpaste. ഇതെല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. 2 ചോദിച്ചിട്ടുള്ളൂ, ഞാൻ കുറച്ച് കൂടുതൽ തന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ സ്വന്തമായിട്ടും എഴുതാം. ഇനി പുള്ളിനുള്ള എക്സാമ്പിൾസ് പെട്ടെന്ന് നോക്കാം. പുള്ളെന്ന് വെച്ചാൽ എന്താണ്? വലിക്കുക അല്ലേ. സോ അട്രാക്ഷൻ ഓഫ് 2 മാഗ്നറ്റ്സ്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ വലിക്കുകയാണല്ലേ, ദാറ്റ് ഈസ് അട്രാക്ഷൻ. സോ വലിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പുൾ. റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റ് അപ്പോൾ എന്തായേനെ? പുഷ് ആയേനെ. ഓക്കെ. പിക്കിംഗ് അപ്പ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ദെൻ സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്, സ്ട്രെച്ചിങ് എ സ്പ്രിങ്, പ്ലക്കിംഗ് ദ സ്ട്രിങ് ഓഫ് എ ഗിറ്റാർ, ഡ്രാഗിങ് ഒബ്ജക്ട്സ് യൂസിങ് റോപ്പ്, ലൈക്ക് ഒരു ടെഗ് ഓഫ് വാർ ഒക്കെ പോലെ തന്നെ. സോ ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇതും കൂടുതൽ എക്സാമ്പിൾസ് തന്നതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് അപ്ലൈഡ് ഫോഴ്സ് കോസസ് എ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് വരുന്ന 2 സിറ്റുവേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്, squeezing a toothpaste, making clay models, pressing a dough. ഇതെല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ. ഇവിടെ എല്ലാം നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് fill in the blanks. To draw water from a well, we have to dash at the rope. സോ വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? We have to pull അല്ലേ. നെക്സ്റ്റ് എ ചാർജ്ഡ് ബോഡി ഡാഷ് ആൻഡ് അൺചാർജ്ഡ് ബോഡി ടുവേർഡ്സ് ഇറ്റ്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ആണ്. സോ ചാർജ്ഡും അൺചാർജ്ഡും ആകുമ്പോൾ ഓഫ് കോഴ്സ് അട്രാക്ഷൻ അല്ലേ. സോ അട്രാക്ട്സ്. ടു മൂവ് എ ലോഡഡ് ട്രോളി വി ഹാവ് ടു ഓഫ് കോഴ്സ് പുഷ് ചെയ്യണം അല്ലേ. സോ പുഷ് ഇറ്റ്. നെക്സ്റ്റ് ദ നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ഡാഷ് ദ നോർത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ്. ഓഫ് കോഴ്സ് അവിടെ ലൈക്ക് പോൾസ് ആണ്. ലൈക്ക് പോൾസ് എന്തായിരിക്കും? എപ്പോഴും റിപ്പൽ ചെയ്യും അല്ലേ. Fourth question, an archer stretches her bow while taking aim at the target. She then releases the arrow which begins to move towards the target. Based on this information, fill up the gaps in the following statements using the following terms. So ഒരു ആർച്ചർ ഇവിടെ അമ്പ് ചെയ്തു അതിൻ്റെ ടാർഗറ്റിനെ. സോ എന്തൊക്കെയാണ് നമ്മുടെ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. To stretch the bow, the archer applies a force that causes a change in its മേലെ ഓപ്ഷൻസ് ഉണ്ട്. മസ്കുലർ, കോണ്ടാക്ട്, നോൺ കോണ്ടാക്ട്, ഗ്രാവിറ്റി, ഫ്രിക്ഷൻ, ഷേപ്പ്, അട്രാക്ഷൻ. അപ്പോൾ സ്ട്രെച്ച് ആ ബോനെ സ്ട്രെച്ച് ചെയ്തു അല്ലേ. ആ വില്ലിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു ചേഞ്ച് ഇൻ ഷേപ്പ് അല്ലേ. The force applied by the archer to stretch the bow is an example of dash force. Of course അത് മസ്കുലർ ഫോഴ്സ് ആണ്. അവർ മസ്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ആർച്ചറിനെ സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലേ. സി ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദ ആരോ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഫോഴ്സ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് അല്ലേ.
തേർഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിച്ചു. ടൈപ്സ് ഓഫ് ഫോഴ്സ് ആയിട്ട് ഒന്ന് കോണ്ടാക്റ്റും രണ്ട് നോൺ കോണ്ടാക്റ്റും അതിൽ സബായിട്ട് മറ്റ് ഫോഴ്സസ് പഠിച്ചു. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഫോഴ്സാണ്, കോണ്ടാക്റ്റ് ആൻഡ് നോൺ കോണ്ടാക്റ്റ്. സോ അത് ഇതിലേതാ വരിക? സോ ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ബോനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, ദാറ്റ് ഇസ് കോണ്ടാക്റ്റ് ഫോഴ്സ്. Next, while the arrow moves towards its target, the forces acting on it are due to dash and that due to dash of air. So, ടാർഗറ്റിൻ്റെ അടുത്തോട്ട് ആ എയറോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. അപ്പോൾ ആ എയറോയിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കാഴ്ചയിൽ ഒരു ഫോഴ്സസും അവിടെ ആക്ട് ചെയ്യുന്നില്ല അല്ലേ? പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ ഒബ്ജക്റ്റിലും, എർത്തിലുണ്ടോ ആ എല്ലാ ഒബ്ജക്ട്സിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായാലും അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ഇസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ 2 സർഫസ് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് എന്ന് പഠിച്ചു. പക്ഷേ എയറിലും ഫ്രിക്ഷൻ ഉണ്ട്. അവിടെ വരുമ്പോൾ ഓരോ ഒബ്ജക്റ്റും എയറും തമ്മിലുള്ള കോണ്ടാക്റ്റാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ള നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ആ പ്ലെയിനും എയറും തമ്മിൽ ഫ്രിക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു ഫോഴ്സ് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. പിന്നെ എയറിലുള്ള ഒരു ഫോഴ്സ് വരുന്നത് ഫ്രിക്ഷനാണ്. അതെപ്പോഴും ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following situation, identify the agent exerting the force and the object on which it acts. State the effect of the force in each case. Agent means എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ലൈക്ക് ഫിംഗേഴ്സ്, മസിൽസ്, അതാണ് ഏജൻറ്റ്. അപ്പോൾ ഏജൻറ്റിന് നമുക്ക് അറിയണം. അതുപോലെ ഏത് ഒബ്ജക്റ്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. സോ ഒബ്ജക്റ്റ് അറിയണം, ഏജൻറ്റ് അറിയണം. പിന്നെ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ചേഞ്ച് വന്നു, മീൻസ് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, അങ്ങനെയൊക്കെ. സോ അതിൽ എ, സ്ക്വീസിങ് എ പീസ് ഓഫ് ലെമൺ ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ് ടു എക്സ്ട്രാക്ട് ഇറ്റ്സ് ജ്യൂസ്. സോ നമ്മൾ നാരങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഫിംഗേഴ്സാണ് അതിൻ്റെ ഏജൻറ്റ്. ഒബ്ജക്റ്റ് അവിടെ എന്താണ്? ലെമൺ ആണ്. ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് വരും അല്ലേ? ബി, ടേക്കിംഗ് ഔട്ട് പേസ്റ്റ് ഫ്രം എ ടൂത്ത് പേസ്റ്റ് ട്യൂബ്. സോ ഇവിടെയും ഏജൻറ്റ്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫിംഗേഴ്സ് തന്നെയാണ്. ഏത് ഒബ്ജക്റ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ടൂത്ത് പേസ്റ്റ് ട്യൂബ്. ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് അതിൻ്റെയും ഷേപ്പ് തന്നെയാണ് ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ്, എ ലോഡ് സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിങ് while its other end is on a hook fixed to a wall. ഇവിടെ ഏജൻറ്റ് ലോഡാണ്. കാരണം നമ്മൾ ആ ലോഡ് യൂസ് ചെയ്തിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യും. ഏത് ഒബ്ജക്റ്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഒബ്ജക്റ്റ് സ്പ്രിങ്. സ്പ്രിങ് സ്ട്രെച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും. സോ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഇവിടെ എന്താണ്? ചേഞ്ച് ഇൻ ദ ഷേപ്പ്. ഓക്കെ. നെക്സ്റ്റ്, an athlete making a high jump to clear the bar at a certain height. ഒരു ഹൈ ജമ്പ് ചാടുമ്പോൾ അത്ലറ്റ് അവിടെ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഹൈ ജമ്പ് ചാടുന്നത്? അദ്ദേഹത്തിൻ്റെ മസ്കുലർ ഫോഴ്സ്, മസിൽസ് യൂസ് ചെയ്തിട്ടാണല്ലേ? സോ ഏജൻറ്റ് ഇവിടെ മസിൽസാണ്. അതുപോലെ ഒബ്ജക്റ്റ് എന്താണ്? ആ അത്ലറ്റ് തന്നെയാണ് ഒബ്ജക്റ്റ്. ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതായത് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ചാടുന്നു അല്ലേ? സോ അവിടെ ഒരു സ്പീഡിന് ചേഞ്ച് വന്നു. സോ ചേഞ്ച് ഇൻ സ്പീഡ് ഇസ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് സ്മിത്ത് hammers a hot piece of iron while making a tool. How does the force due to hammering affect the piece of iron? സോ ഇതുപോലെ ഒരു ബ്ലാക്ക് സ്മിത്ത് അയേൺ ഉരുക്കി അതിനെങ്ങനെ അടിച്ച് പരത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഹാമറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിലുള്ള ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, അത് അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ ബ്ലാക്ക് സ്മിത്തിന് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഷേപ്പാണ് വരുന്നത്. So seventh question, an inflated balloon was pressed against a wall after it has been rubbed with a piece of synthetic cloth.
It was found that the balloon sticks to the wall. What force might be responsible for the attraction between the balloon and the wall? Very direct question. Of course, എന്താണ് ഉത്തരം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു ഇൻഫ്ലേറ്റഡ് ബലൂണ് നമ്മൾ ഒരു സിന്തറ്റിക് ക്ലോത്ത് വെച്ചിട്ട് റബ്ബ് ചെയ്തു. സോ ഇറ്റ് ബിക്കം ചാർജ്ഡ് അല്ലേ? നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഒരു വാളിലോട്ട് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ വാൾ അവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് റബ്ബൊന്നും ചെയ്തിട്ടില്ല. സോ അത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ ഒരു ചാർജ്ഡും അൺചാർജ്ഡും ബോഡിയും തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ആൻഡ് ആ ഫോഴ്സ് എന്താണ്? ഓഫ് കോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ക്വസ്റ്റ്യനിൽ ഏത് ഫോഴ്സാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫോഴ്സ് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതെന്ന് മാത്രം. Name the forces acting on a plastic bucket containing water held above ground level in your hand. Discuss why the forces acting on the bucket do not bring a change in its state of motion. വെള്ളമുള്ളൊരു ബക്കറ്റ് ഗ്രൗണ്ട് ലെവലിൽ മേലെ ഒരാൾ എടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫോഴ്സസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫോഴ്സ് മാത്രമല്ല, ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഏതൊക്കെ ഫോഴ്സുകൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് സ്റ്റേറ്റ് ഓഫ് മോഷന് ഒരു ചേഞ്ചും വരുത്തുന്നില്ല. എന്തുകൊണ്ട്? സോ നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിലെന്താണ്, നമ്മൾ മസ്കുലർ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിന് ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഒരു ഫോഴ്സ് എന്തായാലും മസ്കുലർ ഫോഴ്സാണ്. ഇനി വേറെ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യാൻ സാധ്യത ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ബിക്കോസ് ഫോഴ്സസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു ഫോഴ്സ് മാത്രമല്ല, പിന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടെ പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. എല്ലാ ഒബ്ജക്ട്സിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു ചേഞ്ചും വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ബക്കറ്റ് ഓഫ് വാട്ടർ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മസ്കുലർ ഫോഴ്സ് അവിടെ യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മേലോട്ടായിരിക്കും അല്ലേ? അതുപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും ഒബ്ജക്ട്സിനെ താഴോട്ടാണ് വലിക്കുന്നത്. സോ രണ്ടിനും ഡയറക്ഷൻ ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടുമാണ്. മാത്രമല്ല ഇവിടെ രണ്ട് ഫോഴ്സസും ഈക്വൽ ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയുണ്ടോ അത്ര തന്നെ ആയിരിക്കും നമ്മൾ മസ്കുലർ ഫോഴ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ഫോഴ്സസ് ആണ് കൊടുത്തത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ അതിൻ്റെ ഇഫക്റ്റ് അവിടെ ഒന്നും കാണില്ല. ഇഫക്റ്റ് അവിടെ എന്താകും? ക്യാൻസലായി പോകും. സോ there is no change in the state of motion. രണ്ട് ഫോഴ്സും അവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ അവിടെ ഫോഴ്സ് ഒന്നും ഇല്ല അല്ലേ? സോ ഒരു ഫോഴ്സും അവിടെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷന് ഒരു ചേഞ്ചും വരില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തന്നാൽ ഈ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, അത് ക്യാൻസൽ ഔട്ട് ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയുക. സോ അവിടെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rocket has been fired upwards to launch a satellite in its orbit. Name the two forces acting on the rocket immediately after leaving the launching pad. സോ ഒരു റോക്കറ്റ് ഫയർ ചെയ്തു. ആ റോക്കറ്റ് എന്താ ചെയ്യുന്നത്? സാറ്റലൈറ്റിനെ അതിൻ്റെ ഓർബിറ്റിൽ കൊണ്ട് വെക്കാനാണ് ഫയർ ചെയ്തിരിക്കുന്നത്. സോ അത് ആ റോക്കറ്റ് സാറ്റലൈറ്റിനെ ഓർബിറ്റിൽ വെച്ച ശേഷം തിരിച്ചു വരുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റോക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലീവിങ് ദ ലോഞ്ചിങ് പാഡ്. തിരിച്ചു വരുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചത് വരുമ്പോൾ ഓഫ് കോഴ്സ് താഴോട്ട് വരുമ്പോൾ അവിടെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായാലും ഉണ്ട്. പിന്നെ വേറൊരു ഫോഴ്സസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എയറിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും കൂടിയാണ് ആൻസേഴ്സ് വരിക. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചല്ലോ, മോഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. 10th question. When we press the bulb of a dropper with its nozzle kept in water, air in the dropper is seen to escape in the form of bubbles. Once we release the pressure on the bulb, water gets filled in the dropper. The rise of water in the dropper is due to pressure of water, gravity of earth, shape of rubber bulb,
atmospheric pressure. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതുപോലെ വാട്ടറിൽ നമ്മൾ ഒരു ഡ്രോപ്പർ ഇതുപോലെ ഡിപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബൾബിൽ നമ്മൾ പ്രസ് ചെയ്ത് ശേഷം റിലീസ് ചെയ്യുമ്പോൾ വെള്ളം അതിൽ കയറുന്നു. ഇവിടെ ബൾബ് പ്രസ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ഉള്ളിലോട്ട് എയർ എസ്കേപ്പ് ചെയ്ത് പോയി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ആ ഫില്ലറിൻ്റെ ഉള്ളിലെ എയർ പോയി. സോ ഇൻസൈഡ് ദർ ഇസ് ലെസ് എയർ പ്രഷർ അല്ലേ. ആ ഫില്ലറിൻ്റെ ഉള്ളിൽ എയർ പ്രഷർ ഇല്ല, എന്നാലോ ആ വാട്ടറിൻ്റെ ഉള്ളിൽ എയർ പ്രഷർ ഉണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈ പ്രഷർ ആൾവേസ് പുഷസ് ലോ പ്രഷർ അല്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് വെള്ളം അതിലോട്ട് കയറുന്നത്. സോ ദിസ് ഈസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദ എയർ പ്രഷർ. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ആൻസർ ഇസ് എയർ പ്രഷർ. So that's all about the exercise questions. Now let's solve the extra questions. The first question, while constructing dam the base made more wide. Why? അപ്പോൾ ഈ ഡാമിലൊക്കെ താഴെ എന്തായിരിക്കും, ബേസ് മൊത്തം വൈഡ് ആയിട്ടായിരിക്കും അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണ്, വൈഡ് മറിച്ചാൽ ഏരിയ കൂടിയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ പഠിച്ച കാര്യമാണ്, താഴോട്ട് പോകും തോറും അതായത് വാട്ടർ താഴോട്ട് ഡെപ്ത് കൂടുന്തോറും അതിന് പ്രഷർ കൂടും അല്ലേ. സോ വി ഹാവ് ലേൺ ദി ഇക്വേഷൻ P is equal to F by A, that is pressure is equal to force by area. സോ ഏരിയ കൂട്ടിയാൽ, ഡാമിലെ ഏരിയ കൂട്ടിയാൽ, താഴെ ഏരിയ കൂട്ടിയാൽ പ്രഷറിനെ കുറയ്ക്കാൻ സഹായിക്കും. സോ ആസ് ഏരിയ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്, so which helps to withstand the water pressure. Next question, why does the nose sometimes bleeds when we climb mountains? നമ്മൾ പഠിച്ചു മേലോട്ട് പോകുന്തോറും, അതായത് ആസ് വി ഗോ ഹയർ പ്രഷർ ഡിക്രീസസ്, എയർ പ്രഷർ ഡിക്രീസസ് അല്ലേ. അതുകൊണ്ടാണ് മൗണ്ടൈനേഴ്സ് മേലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മൗണ്ടൈൻസ് ക്ലൈംബ് ചെയ്യുമ്പോൾ ദേ ആർ ക്യാരിയിങ് ദ ഓക്സിജൻ സിലിണ്ടേഴ്സ്. ചിലപ്പോൾ സംടൈംസ് നമുക്ക് നോസ് ബ്ലീഡിങ്ങും സംഭവിക്കാം. അത് എന്തുകൊണ്ടായിരിക്കും? ദാറ്റ് മീൻസ് നമ്മൾ മേലോട്ട് പോകുമ്പോൾ അവിടുത്തെ എയർ പ്രഷർ കുറവായിരിക്കും. നമ്മുടെ ഉള്ളിലൊരു പ്രഷർ ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. സോ അത് കൂടുതലായിരിക്കും. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലോട്ടായിരിക്കും എപ്പോഴും എയർ പോവുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക. സോ നമ്മുടെ ഉള്ളിലെ ഹൈ ബ്ലഡ് പ്രഷർ എന്ത് സംഭവിക്കും, പുറത്തോട്ട് ബ്ലഡിനെ പുഷ് ചെയ്യും. സോ ദാറ്റ് ഇസ് വൈ ബ്ലീഡിംഗ് ഓഫ് നോസ് occurs. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where is the pressure greater? A, 10 meter below surface of sea, 20 meter below the surface of sea, and which is very simple, B, 20 meter below the surface of sea. Why? കാരണം എന്താണ്, നമ്മൾ താഴോട്ട് പോകുന്തോറും ആണ് പ്രഷർ കൂടുക അല്ലേ. സോ 20 മീറ്റർ ആണ് കൂടുതൽ. സോ 20 മീറ്റർ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെയ്റ്റ്? വെയ്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ദാറ്റ് മീൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ താഴോട്ട് വലിക്കുന്ന ഫോഴ്സ്, ദാറ്റ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹാഫ് ബക്കറ്റ് വെള്ളം എടുത്താൽ ആ വെള്ളത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് താഴോട്ട് ആ വെയ്റ്റിനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. സോ ദാറ്റ് മീൻസ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് എന്നും പറയാം. നൗ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വെയ്റ്റ്? നമ്മൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് പഠിച്ചു, ന്യൂട്ടൺ ആണെന്ന്. സോ വെയ്റ്റും ഫോഴ്സും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. സോ യൂണിറ്റ് ഓഫ് വെയ്റ്റ് നമുക്ക് ന്യൂട്ടൺ എന്ന് പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് എ ബലൂൺ സ്ട്രെച്ച് ഇഫ് ഇറ്റ് ഫിൽഡ് വിത്ത് എയർ? ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യാൻ, അത് വലുതാവാൻ എന്താണ് കാരണം? ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ, എയർ എക്സേർട്സ് പ്രഷർ, and which is a good example for air exerts pressure. Next question, when two forces applied on an object are equal and opposite, then these forces are, option A, may move the object, may stop the object, do not move the object but may cause a change in shape.
ഈക്വൽ ഫോഴ്സസ് ആണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ, ടഗ് ഓഫ് വാറിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ഈക്വൽ ഫോഴ്സ് കൊടുത്താൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊടുത്താൽ നെറ്റ് ഫോഴ്സ് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ദ ഒബ്ജക്റ്റ് വിൽ നോട്ട് മൂവ് എന്ന് നമ്മൾ പഠിച്ചു. സോ അതാണ് ആൻസർ. സി ഈസ് ദ ആൻസർ. ബട്ട് അവിടെ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുക എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ആ ഒബ്ജക്റ്റ് അവിടെ മൂവ് ചെയ്യില്ല. സോ സി ഈസ് ദ ബെസ്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിവൈസ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബ്ലഡ് പ്രഷർ ആൻഡ് ലിക്വിഡ് പ്രഷർ. മൂന്നിൻ്റെയും ഏതൊക്കെയാണ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്, ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്? സോ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ യൂസ് ചെയ്യുക, ബാരോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കുക. ആൻഡ് ബ്ലഡ് പ്രഷർ സിഗ്മോ മാനോമീറ്റർ. ഓക്കെ. ആൻഡ് ലിക്വിഡ് പ്രഷർ മാനോമീറ്റർ. അപ്പോൾ ഇത് മൂന്നും ഒരു ജനറലായിട്ടും അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ എക്സാംസിനും ചോദിക്കാം. ഇത് എല്ലാം ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കുക. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. If you have any doubts, you just text me in the comment box. I will reply to the maximum. Okay. In the next video, we will start the chapter frictional force. So see you in the next video. Till then, bye.